സംസാരിക്കാൻ പോകുന്നത് പരോനൈക്യ അല്ലെങ്കിൽ കുഴിനകം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. നഖത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു അണുബാധയാണ്. ഇതൊരു നഖരോഗം തന്നെയാണ്. നഖത്തിന് ചുറ്റുമുണ്ടാകുന്ന ചർമ്മത്തിൽ അല്ലെങ്കിൽ നെയിൽ ഫോൾഡിൽ ഉണ്ടാകുന്ന വീക്കം, ചുവപ്പ്, വേദന, ചിലപ്പോൾ പഴുപ്പ് എന്നിവയോട് കൂടിയ അണുബാധയാണ് കുഴിനകം. കാരണങ്ങൾ: കൈകാലുകളിൽ അധിക സമയം നനവുണ്ടാകുന്നതും, നഖം കടിക്കുന്ന ശീലം, ചെറിയ മുറിവുകൾ, മുള്ളുകൊള്ളൽ എന്നിവ നഖത്തിന്റെ സൈഡുകളിൽ ഉണ്ടായാൽ അവിടെ കുഴിനകം ഉണ്ടാകാം. മാനിക്യൂർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷതം കാരണവും ഉണ്ടാകാം. പ്രമേഹ രോഗികളിൽ ഇത് കൂടുതലായും കണ്ടുവരുന്നു. ലക്ഷണങ്ങൾ: നഖത്തിന് ചുറ്റും ചുവപ്പ്, തടിപ്പ്, വീക്കം, വേദന എന്നിവയുണ്ടാകുന്നു. പ്രധാനമായും അക്യൂട്ട് പരോനൈക്യ, ക്രോണിക് പരോനൈക്യ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കുഴിനകം, കുറച്ച് കാലമായിട്ട് ഉണ്ടാകുന്ന കുഴിനകം എന്നിങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്കിതിനെ തിരിക്കാം. അക്യൂട്ട് കുഴിനകത്തിൽ സാധാരണയായി വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന അണുബാധയാണ്. കാരണം മിക്കവാറും ബാക്ടീരിയ ആയിരിക്കും. പ്രധാനമായും സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ അഥവാ നെയിൽ ഫോൾഡിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയോ നഖം കടിക്കുന്നതിലൂടെയോ അണുക്കൾ പ്രവേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ലക്ഷണങ്ങൾ മുന്നേ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നഖത്തിന് ചുറ്റും കഠിനമായ വേദന, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചുവപ്പ്, പെട്ടെന്ന് തന്നെ അത് പഴുപ്പിലോട്ടും നീങ്ങാറുണ്ട്. ക്രോണിക് കുഴിനകത്തിൽ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന പതിയെ വളരുന്ന ഒരവസ്ഥയാണിത്. കാരണം ഇത് പ്രധാനമായും ഫംഗസ് അണുബാധ മൂലമോ പ്രത്യേകിച്ച് കാൻഡിഡ പോലുള്ള ഇൻഫെക്ഷൻസ് കാരണമാണ് ഉണ്ടാകാറ്. ഒരുപാട് സമയം കൈകൾ വെള്ളത്തിലിടുന്നത് മൂലമോ ഇതുണ്ടാകുന്നു. പാത്രങ്ങൾ കഴുകുന്നവർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ലക്ഷണങ്ങൾ: സാധാരണയായി വേദന അക്യൂട്ട് പരോനൈക്യയേക്കാളും കുറവായിരിക്കും. നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം തടിച്ചും ചുളിവുകളോട് കൂടിയതും ആയി കാണാം. നഖത്തിന്റെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇടയ്ക്കിടെ അണുബാധ വരികയും മാറുകയും ചെയ്യും. പ്രതിരോധ മാർഗങ്ങൾ: കൈകൾ ഉണക്കി സൂക്ഷിക്കുക, കൈകൾ വെള്ളത്തിൽ അധിക സമയം ഇടുന്നത് ഒഴിവാക്കുക, ജോലി ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, നഖം വൃത്തിയായി സൂക്ഷിക്കുക, നഖം കടിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക, കൈകളിൽ മുറിവുണ്ടാകാതെ ശ്രദ്ധിക്കുക, നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം ക്യൂട്ടിക്കിൾ അധികമായി നീക്കം ചെയ്യാതെ നഖം വെട്ടാൻ ശ്രമിക്കുക. അതുപോലെ കൈകളിലും കാലുകളിലും പെഡിക്യൂർ, മാനിക്യൂർ പോലുള്ള പ്രൊസീജിയേഴ്സ് എടുക്കുമ്പോൾ ക്യൂട്ടിക്കിൾ ഒരുപാട് റിമൂവ് ചെയ്യാതെ ശ്രദ്ധിച്ചാൽ ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. കുഴിനകം വരികയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. പലരിലും കണ്ടിട്ടുണ്ട്, ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരികയും അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നതും കാണാറുണ്ട്. പരിപൂർണമായിട്ട് ആശ്വാസം നിങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകളിലൂടെ കാണാം. നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്